ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇത് നമ്മൾ പെരുന്നാളിനുണ്ടാക്കിയ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണിക്കണം, ഫുള്ളായിട്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജ്, കുറേ അല്ലെങ്കിലും ഒരു 5-8 മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് നിങ്ങളും കാണാതിരിക്കേണ്ട, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിക്കൻ നേരത്തെ കായം പരട്ടി വെക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതാ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കളർ ഇട്ട് കൊടുക്കണില്ല. ഇത് ഇട്ട് കൊടുക്കണത് കാരണം പിന്നെ കളർ ഉണ്ടാവില്ല ചിക്കൻ കായം പറ്റിയിട്ട് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇനി ഇതൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പുരട്ടി കൊടുക്കുക. ഇങ്ങനെ കായം പറ്റിയിട്ട് 2-3 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് മസാല ഒക്കെ പിടിക്കും കിട്ടാം. ഇനിയിപ്പോൾ സമയമില്ലെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂറൊക്കെ വെച്ചാലും മതി. അപ്പോൾ ഇത് ഞാൻ മൂടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് റൈസിലേക്കുള്ള സാധനങ്ങൾ എടുക്കാം. ഞാനിതവിടെ പട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ആ സ്റ്റാർ ഉണ്ടല്ലോ അത് എടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ കുറച്ച് പെരിഞ്ചീരകം, വലിയ ജീരകമാണ് കേട്ടോ, അതാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതാ കുറച്ച് ഏലക്ക. അപ്പോൾ അതിൻ്റെ കണക്കൊന്നും പറയില്ല, നമ്മളിപ്പോൾ എത്ര കിലോനെ വെക്കണം അതിനനുസരിച്ചിട്ടാണല്ലോ എടുക്കുക. ഏലക്ക എടുത്തതിൻ്റെ അതേ അളവിൽ തന്നെയാണ് കേട്ടോ, എണ്ണത്തിൽ തന്നെയാണ് നമ്മൾ ഗ്രാമ്പു ഇട്ടേക്കുന്നത്. അപ്പോൾ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചതക്കാനുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവാണ്. ഈ എരിവ് കൂടാതെ നമ്മൾ ബിരിയാണിയിൽ വേറെ എരിവ് ഇട്ട് കൊടുക്കില്ല. അപ്പോൾ പച്ചമുളക് അനുസരിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അത് ചിക്കൻ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് സബോള മുഴുവനായിട്ട് എടുക്കണില്ല, നമുക്ക് പൊരിക്കാനും വേണം, കച്ചമ്പറുകൾക്ക് വേണം. അപ്പോൾ അത്ര സബോളയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിൽ ഞാൻ പെരിഞ്ചീരകം, പിന്നെ ഏലക്ക, ഗ്രാമ്പു, പട്ട അതും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കുറച്ച് മല്ലിയില, ആവശ്യത്തിനുള്ള തക്കാളി വലിയ തക്കാളിയാണ് 3 എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി നമുക്ക് ബിരിയാണി വെക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ റൈസ് അടുപ്പത്ത് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ചിക്കനും അടുപ്പത്ത് തന്നെയാണ് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതാ ഡാൽഡയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ബിരിയാണി വെക്കുമ്പോൾ ഡാൽഡി നെയ്യും കൂടി ഒരുമിച്ച് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ അതാ കുറച്ച് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് മുന്നേ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം. നമ്മൾ അന്ന് പായസം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പെരുന്നാളിലന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളിനി ഉള്ളി വാട്ടിയെടുത്തിട്ട് ഉള്ളി പൊരിച്ചെടുത്തിട്ട് അതിൻ്റെ ശേഷമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് എങ്ങനെയാണെങ്കിലും ഇതൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ അത് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൊരിച്ചെടുക്കുമ്പോൾ കുറച്ചധികം പൊരിച്ചെടുക്കേണ്ടി വരും. നമ്മൾ ബിരിയാണിക്ക് ദമ്മിടുന്ന സമയത്തേക്ക് ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോഴത്തേനും മക്കളൊക്കെ ഓരോന്ന് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ദമ്മിടുന്ന സമയത്തേക്ക് കുറച്ച് പോലും ഉണ്ടാവില്ല. എല്ലാ വീട്ടിലും ഇതന്നെ ആവില്ല അവസ്ഥ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ഉള്ളി ഇട്ടിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നൈസായിട്ട് അരിയണതാണെങ്കിൽ പെട്ടെന്നാവും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഓയിൽ ഇത്ര അധികം വേണ്ട, ഡാൽഡിയും പിന്നെ ഓയിലും കൂടിയാണല്ലോ. അപ്പോൾ ഇത്ര അധികം വേണ്ട, നമുക്കത് മാറ്റി വെച്ചിട്ട് ഇതാ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബിരിയാണിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല. നെയ്ച്ചോറൊക്കെ ആണെങ്കിൽ പിന്നെയും കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ടാക്കിയാൽ കുഴപ്പമില്ല. എനിക്ക് ബിരിയാണിക്ക് അങ്ങനെ വലിയ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ഞാൻ ഓയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു മസാല ഒക്കെ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. ഇനി ചിക്കൻ പൊരിച്ച എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുക, അതാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. പക്ഷേ അവിടെ അത് ഹൈറ്റ് ഉണ്ടായിരുന്നില്ല. ചിക്കൻ ഞാൻ അടുപ്പത്തിലല്ല വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഹൈറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓയിൽ തന്നെയാണ് ഒഴിച്ച് കൊടുത്തത്, വെളിച്ചെണ്ണ അല്ല ഓയിൽ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ പെട്ടെന്ന് ഇത് വാടി വരുമല്ലോ. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേന് തന്നെ സബോളൊക്കെ ഒന്ന് വാടി വരും കേട്ടോ. അപ്പോൾ അതാ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോഴത്തേനും സബോളൊക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് സബോളയും തക്കാളിയൊക്കെ ഒന്ന് വഴണ്ടി വരണമെങ്കിൽ നമ്മൾ കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി. നമുക്കിതിങ്ങനെ എന്താ പറയുക പേസ്റ്റ് പോലായിട്ട് അത്രയും വെന്തിട്ട് വരും. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാനിപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ചെയ്യണത്. നമുക്ക് എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ തക്കാളി സബോളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ മതി. കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ തക്കാളി സബോള ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി. അപ്പോൾ ശരിയായി വരും. അപ്പോൾ അത് നമ്മുടെ തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അതും ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തക്കാളി സബോളൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് എടുത്തൊന്നല്ല കേട്ടോ, പെരുന്നാളിൻ്റെ വീഡിയോ കയ്യിലുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിനായിട്ട് വേറെ ബിരിയാണിക്ക് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളിത് ചതച്ചത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഏലക്ക, ഗ്രാമ്പു, പട്ട, പെരിഞ്ചീരകം. അപ്പോൾ ഇത്ര മാത്രമായിട്ട് ഞാൻ അതിലിട്ടിട്ട് ചതച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഗരം മസാലപ്പൊടി ഇടുന്നതിനെക്കാട്ടിയും എനിക്കിഷ്ടമായിട്ട് തോന്നിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്കൊരു നല്ലൊരു മണം കിട്ടും. നമ്മളെല്ലാം കൂടിയിട്ട് ഒരുമിച്ചാണ്ട് പച്ചക്ക് പൊടിച്ചെടുക്കുകയാണല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ആയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ബിരിയാണിക്ക് നല്ലൊരു മണം കിട്ടാറുണ്ട്. ഇനി ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ ഒരു ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടിയൊന്നും വേണ്ട, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതാ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ മല്ലിയില മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് നമുക്ക് ദമ്മിടുന്ന സമയത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കിയതിൻ്റെ ശേഷം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. ഉപ്പൊക്കെ പാകത്തിനായിരുന്നു. ഇനി കുറച്ച് മോര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു പുളിയുള്ള മോരാണ്. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ മസാല ഒക്കെ ഉണ്ടാവുമല്ലോ, അതിന് പ്രത്യേക ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കുറച്ച് മോരും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ തിളപ്പിക്കാനൊന്നും നിൽക്കില്ല കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ അങ്ങോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കും.
ചിക്കൻ ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാലയൊക്കെ ചിക്കനിൽ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ നന്നായിട്ട് മുരിപ്പിച്ചെടുക്കരുത് കേട്ടോ ബിരിയാണിക്ക്. 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അതിൻ്റെ ശേഷം നമ്മൾ ദമ്മിടുമ്പോൾ ഒന്നും കൂടി വെന്ത് വരും. പിന്നെ ഈ ഒരു മസാലയിൽ കിടന്നിട്ട് അതും വെന്ത് വരും. അപ്പോൾ അത് കാരണം പൊരിക്കണ സമയത്ത് നമ്മൾ നന്നായി മുരിപ്പിച്ചെടുക്കാനൊന്നും നിൽക്കണ്ട. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് നേരം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മീഡിയത്തിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ നിന്ന് കുറച്ച് ചിക്കൻ ഇങ്ങോട്ട് എടുക്കുക, നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ മുഴുവനായിട്ട് തന്നെ അടിയിലിട്ട് കൊടുക്കണില്ല, നമ്മൾ 2 ലെയറാക്കിയിട്ടാണ് ദമ്മിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തേൽ ഇതുപോലെ ഇങ്ങോട്ട് നിരത്തി കൊടുത്തു. ഇനി അതിൻ്റെ മീതൊക്കെ നമുക്ക് ചോറിട്ട് കൊടുക്കണം. അപ്പോൾ ബിരിയാണി റൈസ് നമ്മൾ വേവിച്ചെടുത്തിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ, നെയ്ച്ചോറ് പോലെ ആക്കിയിട്ടല്ലായിരുന്നു, ഞാൻ ഊറ്റിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് നമ്മൾ ആ ഗ്രാമ്പു, പട്ട, ഏലക്ക അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു 3/4 വേവാകുമ്പോൾ ഊറ്റിയെടുത്തേക്കായിരുന്നു. എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പേടിയുള്ളവരാണെങ്കിൽ ഇതുപോലെ ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അതിലും കുറേ നെയ്യ് പോയി, പിന്നെ ഇതിലും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഊറ്റിയെടുത്തത്. ഇനി നമ്മൾ ആ ഉള്ളി പൊരിച്ച ഓയിലും കൂടി ഉണ്ടായിരുന്നല്ലോ, ഡാൽഡി ഓയിലും കൂടി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ നെയ്യാണ് 6 kg ആണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ മീത് ഞാൻ ഇതുപോലെ ചിക്കൻ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ദമ്മിടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ല, അത് കാരണമാണ് പിന്നെ ഞാൻ കൂടുതലായിട്ട് കാണിച്ചു തരാഞ്ഞത്. എന്നിട്ട് അതിൻ്റെ മീത് നമ്മൾ ബാക്കിയുള്ള റൈസും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നമ്മൾ ആവാത്ത ഭാഗത്തൊക്കെ ചോറുണ്ടാവില്ല, അവിടേക്കൊക്കെ ചോറാക്കി കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളമാണ്. ഇനി കളർ വേണമെങ്കിൽ മഞ്ഞൾ കളർ കൂട്ടി കൊടുക്കുക കേട്ടോ. കളറിനെക്കാട്ടും നല്ലത് മഞ്ഞൾപ്പൊടിയാണല്ലോ. ഇത് നമ്മുടെ വീട്ടിൽ പൊടിച്ചതാണ്. നമ്മുടെ വീട്ടിലല്ല, ഡ്രീമിൻ്റെ വീട്ടിലാണ്, അവിടെ നിന്ന് അമ്മ കൊടുത്തയച്ചതായിരുന്നു. അപ്പോൾ നല്ല കളറുള്ള മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതിന് മീതെ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഡാൽഡ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്ത് ഇനി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നെയ്യ് ഇങ്ങനെ കട്ട പിടിച്ചിട്ടായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നുണ്ട്. പിന്നെ ഞാനത് സ്പൂണൊക്കെ വെച്ചിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് എല്ലായിടത്തും ഒഴിച്ച് കൊടുത്തു. ഇനി അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, സബോളയും കൂടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പൈനാപ്പിളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആ പൈനാപ്പിളിൻ്റെ ഒരു മണം വരാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് ബിരിയാണി മസാലയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി മസാല നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്തതാണ് കേട്ടോ. ബിരിയാണി മസാലയുടെ ആ ഒരു പാക്കറ്റ് കിട്ടുമല്ലോ, അപ്പോൾ അത് മേടിച്ചിട്ട് നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. ഇനി അതിൻ്റെ മീത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പൈനാപ്പിൾ എസൻസൊക്കെ കൂട്ടുന്നവരുണ്ട്, പക്ഷേ ഞാനിപ്പോൾ പൈനാപ്പിളാണ് ഇട്ട് കൊടുത്തേക്കുന്നത്, ആ ഒരു മണമൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ അടിയിലും ലെയറാക്കിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ആ ചിക്കൻ്റെ കൂടെ മേലെ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ആ ഒരു ചെറിയൊരു ഹോളുണ്ടല്ലോ, അതും കൂടി നിറച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനൊരു 1/2 മണിക്കൂർ നേരം ഇത് ദമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറയാം, നമ്മൾ ഇതിൻ്റെ മീതെ തീക്കനലൊക്കെ കോരിയിട്ടിട്ട് വെക്കാം. ഞാനിത് നമ്മുടെ പഴയ ഇരുമ്പിൻ്റെ ദോശക്കല്ലുണ്ടല്ലോ, അപ്പോൾ അത് അടുപ്പിൽ വെച്ചിട്ട് തീക്കനലിൻ്റെ മീതെ വെച്ചിട്ട് അതിൻ്റെ മീതെ കയറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 1/2 മണിക്കൂർ നേരം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ വില കൂടിയ സമയത്തൊക്കെ നമുക്ക് അങ്ങനെ തന്നെ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ നല്ല ബിരിയാണി ആയിട്ടുണ്ട് കേട്ടോ, നല്ല മണമാണ്. പിന്നെ ഈ ഒരു ചോറ് നമ്മൾ കുറച്ച് നേരം വിളമ്പി വെച്ചതിൻ്റെ ശേഷം എടുക്കണം കേട്ടോ, അപ്പോഴാണ് ഒന്നും കൂടി ഒരു ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ. ആ ചൂടോടൊക്കെ ഞങ്ങൾ കഴിക്കുമ്പോൾ ആ ചൂടും പിന്നെ ബിരിയാണിയുടെ ടേസ്റ്റ് അങ്ങനെ അറിയില്ല. നന്നായി ചൂടാറരുത്, എന്നാൽ ചെറുതായിട്ട് ചൂടാറണം, എന്നിട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് ആ ബിരിയാണിയുടെ ആ ഒരു കഴിച്ചു എന്നുള്ളൊരു ഇത് വരുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും പറയാം. ഇന്ന് എനിക്ക് കുറച്ച് തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ, അപ്പോൾ അത് കാരണമാണ് ഞാൻ പെട്ടെന്ന് വോയിസ് കൊടുത്തത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.